വെൽക്കം ബാക്ക് ടു നേതൻസ് വേൾഡ്. നമ്മളിന്നൊരു ചെറിയ വ്ളോഗ് ചെയ്യാൻ പോവാം. അബുദാബിയിലോട്ടൊരു യാത്ര. ജസ്റ്റ് നേതനും ഉണ്ണിയും കാണണം. ആ കൂട്ടത്തിൽ നമുക്കൊരു ചെറിയ ഓണം പർച്ചേസ്. അപ്പം നമുക്ക് അബുദാബിയിൽ നിന്ന് ലാലൈനിൽ നിന്ന് അബുദാബിയിലോട്ടുള്ള വഴിയും ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് പയ്യെ പോവാട്ടോ. കണ്ടോ മനോഹരമായ ലൈൻ. രണ്ട് സൈഡിലും മരങ്ങൾ തിങ്ങി വളർന്ന സ്ഥലമാണ്. അങ്ങ് വരെ ഉണ്ട് കേട്ടോ. നടക്ക് ഇതിൻ്റെ ഡേറ്റ്സ് ആണ് നിൽക്കുന്നത്. ഡേറ്റ്സ് അതിൻ്റെ ചുറ്റി വെള്ളമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ അങ്ങോട്ട് കയറുന്നത് മരുഭൂമിയിലേക്കാണ്. മരുഭൂമിയിലോട്ട് വേണം കുറച്ച് പോകാനുണ്ട്. കുറച്ച് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. അബുദാബി ടു അലൈൻ. നമ്മൾ അബുദാബി ടു അലൈനിലുള്ള യാത്രയാണ്. UAE ഗ്രീൻ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം കേട്ടോ അലൈൻ. നല്ല സൂപ്പർ സ്ഥലമാണ്. മരുഭൂമിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളാണ്. നല്ല ചൂടുള്ള സമയമായിട്ട് മണല് ചുട്ടും എഴുതി കിടക്കുക. കടല അങ്ങോട്ട് ഇട്ടാൽ ഒരു 2 മിനിറ്റ് കൊണ്ട് കടല സെറ്റായി കിട്ടും. അതേപോലത്തെ ചൂടാണ് ഉള്ളത്. രണ്ട് സൈഡ് മരുഭൂമി കേട്ടോ. ഡെസേർട്ടിന്റെ സൈഡിലാണ് ഒരു മരം വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. അതിൽ കണ്ടോ പച്ചപ്പാണ് നല്ലത്. എന്ന് വെച്ചാൽ അതിന്റെ ചുവട്ടിൽ വെള്ളമുണ്ട്. പൈപ്പിൽ വീണുകൊണ്ടിരിക്കുന്ന വെള്ളമുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടോ 120 ഇപ്പം സ്പീഡുള്ളത് ഇവിടെ. ഇനി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ 140, 160 മാക്സിമം സ്പീഡുള്ളത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ ഉണ്ട്. ഒരു പോയിന്റ് കയറി അന്നേരം അടിക്കും. അപ്പം അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ പോകാനായിട്ട്. നമ്മൾ അത്ര ഒന്നും പോകത്തില്ല, എങ്കിലും 160 പോകും. അതിൽ കൂടുതൽ കയറി അന്നേരം അടിക്കും. ഇനി ഇവിടെ നിന്ന് 180 കിലോമീറ്റർ ഉണ്ട് അബുദാബിക്ക്. 180. നമ്മളിപ്പോൾ ഒരു 1/4 മണിക്കൂർ മേളിലായി യാത്ര ചെയ്യാൻ തുടങ്ങുന്നത്. അച്ചാച്ചൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ വണ്ടിക്കകത്ത്. ഒരെണ്ണം അച്ചാച്ചൻ്റെ സ്വന്തം ബൈക്കും, ഒരെണ്ണം ദേവളും. ഇവളുടെ പേരാണ് ചിഞ്ചു. അച്ചാച്ചൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴേക്കും ഇവളോട് വർത്താനം പറഞ്ഞാൽ പോകുന്നതെന്നാ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ മുസഫയിലെത്തി. ഇവിടെയാണ് ലിജോ ഉണ്ണിയൊക്കെ താമസിക്കുന്നത് കേട്ടോ, ഈ ബിൽഡിങ്ങിനകത്ത്. ഇപ്പോൾ വരുന്നതായിരിക്കും നമ്മുടെ നേതൻകുട്ടൻ.
സൂപ്പർ ഒരു ബിൽഡിംഗ് അല്ലേ? ഇങ്ങനെ കുറേ ബിൽഡിങ്ങുകളുണ്ട് ഈ ഏരിയയിൽ. എത്തിപ്പോയി. Hot? Yeah, hot. I don't know. Got a new job Where? today. Where? Abu Dhabi. Abu Dhabi. Dubai. Dubai work. ആയിരിക്കില്ലേ ഉമ്മ? Where is water? Water എന്തെടാ? I was saying ഇനിയിപ്പോ എങ്ങോട്ടാ? അൽവദമാള്. ശരി എന്നാ. അപ്പൊ നമ്മള് ഇനി അൽവദമാളിലേക്ക്. ഇതാണ് അബുദാബിയിലോട്ടുള്ള റോഡ്. ഇതാണ് മൊസഫേന്ന് അബുദാബിയിലോട്ടുള്ള റോഡ്. എല്ലാം ഒരുപോലെ ഇരിക്കുന്നേ. it's Abu Dhabi road. That's the main road. ആണോ? Yeah. നിങ്ങൾ ആ ദൂരെ കണ്ടുകൊണ്ടിരിക്കുന്ന വലത്ത് ഭാഗത്ത് ദൂരെ കണ്ടുകൊണ്ടിരിക്കുന്നത് പൈനാപ്പിൾ ബിൽഡിങ്സ് എന്ന് അറിയപ്പെടുന്നതാണ്. അതിൻ്റെ 2 ബിൽഡിങ്ങും ഒരുപോലെ ഒരേ ഹൈറ്റിൽ പണിതിരിക്കുന്നതാണ്. അതിൻ്റെ പുറത്തുകൂടെ കവറിങ് ഉണ്ട്. അത് സൺലൈറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതും മൂവ് ചെയ്യും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തുള്ളവർക്ക് സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അതായത് ഒത്തിരി സൺലൈറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആ കവറിങ് ഓപ്പൺ ആവുകയും ചെയ്യും, ക്ലോസ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കൊടുത്തിരിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ ഫോട്ടോയിൽ കണ്ടാൽ മനസ്സിലാവും. ഒരു ഔട്ടർ കവറിങ് കണ്ടോ? ആ ഔട്ടർ കവറിങ് ഫുള്ളായിട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ അത് അടയുകയും ഓപ്പൺ ആവുകയും ചെയ്യും, ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ആവുകയും ചെയ്യും. നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അത് നല്ലൊരു വ്യൂ ആണത് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ അൽവദമാളിലെത്തി. ഇനി പയ്യെ ഉള്ളിൽ കയറണം. നല്ല തിരക്കായി, ടൗണായപ്പോൾ നല്ല തിരക്കായി.
കയറണം, വണ്ടി പാർക്ക് ചെയ്യണം. ഇതിനകത്തൊരു ലുലു ഉണ്ട്, ആ ലുലുവിലൊന്ന് പോണം. പാർക്കിങ്ങിലെത്തി. ഞാൻ കുറെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തായിരുന്നു, പക്ഷെ ഒന്നും റെക്കോർഡായില്ല. ലിറ്റിൽ വെയിറ്റഡാ എന്നെ ഇപ്പൊ വിളിക്കാൻ പോലെ 1 മിനിറ്റ് അവന് പറയണേ ഇപ്പം ജോപ്പ ഐ എം ഗോയിങ് ടു ബൈ ന്യൂ ക്ലേ എന്ന്. എവിടെയാണ് ലുലു? പാർക്കിംഗ് ഉള്ളത് വെച്ചേ മറ്റെല്ലാം പാർക്കിംഗ് രണ്ടുപേര് തുണിയെടുക്കാൻ വന്നിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. റെസ്റ്റോറൻറ്റിലേക്ക് നമ്മളെ എടുക്കാമല്ലോ. എനിക്ക് മാത്രം ബിരിയാണി ഇതെല്ലാം വെച്ചില്ല. വിശന്ന കാറുന്നവർക്ക് ആദ്യമേ കൊടുത്ത് നമ്മളൊക്കെ വിശന്ന കാറത്തില്ല, അതുകൊണ്ട് നമുക്ക് പിന്നെ ഉള്ളു. ൽവദാമാളിന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അബുദാബി യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. നേതനെയും ഉണ്ണിയും നമ്മൾ അവിടെ കൊണ്ട് വീട്ടിൽ വിട്ടു. ഞങ്ങൾ രാത്രി 8:30 ഇവിടെ എത്തിയപ്പോഴത്തേന്. അപ്പം ശരിക്കും ഞങ്ങൾ സെറ്റ് സാരി വാങ്ങാൻ വേണ്ടിയാണ് പോയത്. ഓണത്തിന് ഡ്രസ്സ് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ അച്ചാച്ചൻ്റെ ലിജോയ്ക്കും ഒന്നും നമ്മൾ വിചാരിച്ച കളർ കിട്ടിയില്ല. അതുകൊണ്ട് അതൊക്കെ നമ്മൾ അലയിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഓണം ആകുമ്പോഴത്തേന് അലൈനിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അവരങ്ങനെ ഓണത്തിൻ്റെതൊന്നും അങ്ങനെ ഡിസ്പ്ലേയും ഓഫറും ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വയ്യെ തിരിച്ചേക്ക് പോന്നു. അപ്പം ഞാൻ സെറ്റ് സാരി എടുക്കാനാണ് പോയെങ്കിലും ഈ ടോപ്പ് അവിടെ കിടക്കുന്നത് കണ്ടപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനും ഉണ്ണിയും മത്സരിച്ച് നോക്കി ഈ ടോപ്പ് എടുത്തു. ഈ ടോപ്പ് കണ്ടാൽ ഞാൻ കഴിഞ്ഞ ദിവസം ബീട്രൂട്ട് പച്ചടിയുടെ ഇൻട്രോയ്ക്ക് ഇട്ട ടോപ്പാന്ന് വിചാരിക്കും. പക്ഷെ അതല്ല, ഇത് വേറെ ടോപ്പാട്ടോ. നല്ല സൂപ്പർ ടോപ്പ്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല രസമല്ലേ ടോപ്പാണ്, നല്ല ഗ്രാൻഡായിട്ടിരിക്കും. പിന്നെ നമ്മൾ നേതനുള്ള ഡ്രസ്സ് വാങ്ങി. അവന് ഷർട്ടും
ഓണത്തിനിടാനുള്ള മുണ്ടും. ഇപ്പോൾ പിള്ളേർക്കൊക്കെ മുണ്ടും നല്ല എന്താ പറയുക, ഇതൊക്കെ ഒട്ടിച്ചല്ലേ വരുന്നത്, സ്റ്റെപ്പൊക്കെ ഒട്ടിച്ച് അതവിടെ അങ്ങനെ ഇരുന്നോളും. വെച്ച് കൊടുത്താൽ മതി, ഊരി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ അവൻ്റെ ഷർട്ട് ഇത്. പിന്നെ ഇതാണ് ഞാൻ വാങ്ങിയ സെറ്റ് സാരി. സൂപ്പർ സാരി അല്ലേ? എനിക്ക് ഉണ്ണിക്കും അച്ചാച്ചനും ഒക്കെ ഇഷ്ടപ്പെട്ടെടുത്ത സാരി കേട്ടോ. വലിയ വിലയൊന്നും പറയാനില്ല, എന്നാലും കുഴപ്പമില്ല, നമുക്കൊക്കെ താങ്ങാൻ പറ്റുന്ന, സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന വിലയൊക്കെ ഉള്ളൂ. പിന്നെ ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാരിക്കുള്ള ബ്ലൗസ്. ഇത്രയും സാധനം ഞങ്ങൾ അവിടം വരെ പോയിട്ട് വാങ്ങിയുള്ളൂ. മെയിൻ ഉദ്ദേശം നമ്മൾ ഉണ്ണിയും നേതനൊന്ന് കാണുക എന്നുള്ളതായിരുന്നു. അങ്ങനെ പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് വ്ളോഗ് ചെയ്യുക, ഒരു യാത്ര, ഇതൊക്കെയാണ്. അപ്പം ഇത് കഴിഞ്ഞു, ഞങ്ങൾ ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടുതൽ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.